അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഷോപ്പിൻ്റെ വിശേഷങ്ങളും കുക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണ് കൂടി എനേബിൾ ആക്കി വയ്ക്കുക. അപ്പോഴാണ് കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് വെളുപ്പിന്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസമായിട്ട് ഇക്ക വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ വെളുപ്പിനാണ് എത്തുന്നത്. ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പർച്ചേസിന് പോയതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ ഐറ്റംസൊക്കെ എടുത്ത് നോക്കി. അതൊക്കെ കഴിഞ്ഞോട് കൂടിയിട്ട് എൻ്റെ ഉറക്കം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ കിടന്നിട്ട് പിന്നെ അങ്ങനെ ഉറക്കം വരുന്നില്ല. എന്നാൽ പിന്നെ പുറത്തൊന്നും കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പിന്നെ പോയി എനിക്കാണെങ്കിൽ ആ സമയത്ത് എന്തോ ഒരു വിശപ്പും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശയൊക്കെ കഴിച്ചു. പിന്നെ ഒരു ഡ്രൈവൊക്കെ പോയിട്ട് അങ്ങനെ കറങ്ങിയിട്ട് വീട്ടിലേക്ക് മടങ്ങി പോവാണ്. ഇപ്പോൾ സമയം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ അമ്പലത്തിൽ നിന്ന് അങ്ങനെ പാട്ട് കേട്ടില്ലേ, ശരിക്കും അത് എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ എനിക്ക് ഇങ്ങനെയുള്ള ഇപ്പോൾ വെളുപ്പിനുള്ള നമ്മുടെ ബാങ്കാണെങ്കിലും അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന ഈ ഒരു കൗസല്യ സുപ്രഭാതം, അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വെളുപ്പിന് അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു വല്ലാത്തൊരു ഫീലാണ് എനിക്ക്. അതെനിക്ക് ആദ്യം മുതലുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. നമ്മുടെ വീടിന് അടുത്താണെങ്കിലും ഒരുപാട് പള്ളി, അമ്പലം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പ്രഭാതം എന്ന് പറയുന്നത് ഒരു രസമാണത്. അങ്ങനെ വീട്ടിലെത്തി. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു, പ്രെയറൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിലും ഒരുപാട് സമയം വേണമല്ലോ. അപ്പോൾ ഞാൻ രാവിലെ ആണെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് റൈസ് നമ്മൾ തലേ ദിവസം വേറൊരു റൈസ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് ഞാൻ പിറ്റേ ദിവസം ഫ്രൈഡ് റൈസ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്തു വെച്ചതാണ്. പിന്നെ ഇത് ചിക്കൻ, കുരുമുളകും ഉപ്പും ഇട്ടിട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ. പിന്നെ അതെല്ലാം തലേ ദിവസം റെഡിയാക്കി വെച്ചിരുന്നത് കൊണ്ട് തന്നെ രാവിലെ ജോലി കുറച്ച് ഈസിയാണ് കേട്ടോ. മക്കൾക്ക് ലഞ്ചിനാണ് നമ്മളിപ്പോൾ ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാനിലേക്ക് ഓയിലും ബട്ടറുമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൻ്റെ റോസ് സ്മെല്ല് മാറണമല്ലോ, അതിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റും ബീൻസ്, ക്യാബേജ്, പിന്നെന്താ ക്യാപ്സിക്കം, ഇത്ര ഐറ്റംസാണ്. ഒരു പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈഡ് റൈസൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടല്ലേ ചെയ്യാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ സോസ് ചേർക്കുന്ന സമയത്ത് ആ ഒരു ക്യാമറ മിസ്സായിപ്പോയി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസും ചില്ലി സോസും പിന്നെ ഒരു എഗ്ഗ് ഫ്രൈ ചെയ്തിട്ട് അത്, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ചിക്കൻ, അങ്ങനെ എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നൊരു ഐറ്റം ആണല്ലേ ഫ്രൈഡ് റൈസ്. എല്ലാം ഒന്ന് കട്ട് ചെയ്ത് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുക്കിംഗ് വളരെ ഈസിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുരുമുളക് പൊടിച്ചത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുന്നത്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ മിക്സിംഗ് ആണ്, നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ഒരല്പം സോയാ സോസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു ആവി ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് പോകാൻ പാകത്തിനാണ് കേട്ടോ മൂടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ദോശമാവ് ഇരിക്കുന്നുണ്ട്. പിന്നെ ദോശമാവും ചട്നിയുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനിടയിൽ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ എപ്പോഴും കാണിക്കുക, അതുകൊണ്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ വീട് അത്യാവശ്യം ക്ലീനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ തുടയ്ക്കുന്നൊന്നുമില്ല. ജനൽ, നമ്മുടെ ഫ്രണ്ടിലെ വിൻഡോ കർട്ടൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ബ്ലൈൻഡ്സ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പൊടികളും കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ഇനി നമുക്ക് മുറ്റമൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എപ്പോഴും ഈ മാവിൻ്റെ ഈ ഒരു ഭാഗത്ത്
കുറേ ഇലകളുണ്ടാവും. അപ്പോൾ അതൊന്ന് ആ ഒരു ഭാഗമാണ് കേട്ടോ ഡെയിലി അടിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയുള്ള ഏരിയയൊക്കെ ഒന്നരാടം അടിച്ചാൽ മതി. ജസ്റ്റ് പൊടികളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ തുണിയെല്ലാം വാഷ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു. അത് ഉണങ്ങാനായിട്ട് ഇടാറ്. അപ്പോൾ ഇനി എനിക്ക് വേഗം തന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ തീർത്തിട്ട് ജിമ്മിൽ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് റെഡിയായി വരുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ പരിശ്രമിച്ച് അതൊരു ഓർഡർ ആക്കി എടുക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ ജിം ഒഴിവാക്കാനും മനസ്സനുവദിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ആ ഒരു വർക്കൗട്ട് എനിക്ക് വല്ലാത്ത ഒരു ഊർജം തരുന്നൊരു സംഭവമാണ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിമ്മിൽ പോയതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ, വീഡിയോ എടുക്കുന്നത് അവളാണ്, ജിസ്മി. അപ്പോൾ നമ്മൾ പോകുന്നതും വരുന്നതൊക്കെ മിക്കവാറും ഞാൻ ഇക്ക കൊണ്ടുവിടുകയാണെങ്കിൽ ജിസ്മിയുടെ കൂടെയാണ് തിരിച്ച് വരാറ്. ഇന്നിപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട്. ചില ദിവസങ്ങളിലാണ് വണ്ടി കെട്ടുന്നത്, അപ്പോൾ വണ്ടി കൊണ്ടുപോകും. അങ്ങനെ ഇവിടെ പാർക്കിംഗ് ഇത്തിരി എനിക്കൊരു എന്താ പറയുക, കുറേ വണ്ടികളുണ്ടാവും നമ്മുടെ ജിമ്മിൻ്റെ താഴെ. അതുകൊണ്ട് തന്നെ അവിടെ പാർക്ക് ചെയ്യൽ ഇത്തിരി ഒരു റിസ്ക്കാണ്. എപ്പോഴാണ് മാറ്റിയിടാൻ പറയാമെന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ റോഡ് സൈഡിലൊക്കെ ഒതുക്കിയിടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും ഞാൻ ഇക്ക കൊണ്ടുവിട്ടിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞാൻ തിരികെ വരാറ്. പിന്നെ ഈ ഒരു ഏരിയ കണ്ടോ, ഇത് നമ്മൾ ടൗൺ ടച്ച് ചെയ്യാതെ നമ്മുടെ ആ ഒരു റോഡിലേക്ക് കടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വലിയ കുഴിയാണ് കേട്ടോ. ഇതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്നും അത് ഓർക്കും. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി കണ്ടോ, അതുപോലെ അവിടെ ആ കുഴിയിൽ ഒരു വണ്ടി ഇറങ്ങിയിട്ട് സൈഡിൽ കിടന്ന ആളുണ്ടായിരുന്നില്ല ഭാഗ്യത്തിന്. അതുകൊണ്ടൊരു അപകടം, ആളപായം ഒഴിവായി. അവിടെ അങ്ങനെ സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറും ഒരു ബൈക്കും അതിൻ്റെ മുകളിലേക്ക് മറിഞ്ഞ് ആ വണ്ടി കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ എപ്പോഴും അതൊരു ഓർമ്മയാണിപ്പോൾ. അങ്ങനെ എനിക്ക് ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറാനുണ്ടായിരുന്നു കേട്ടോ. ബോസ് നമ്മൾ പഴയ വീഡിയോസിലൊക്കെ എപ്പോഴും കാണിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങൾ കുറച്ച് ഐറ്റംസ് എടുക്കാനുണ്ട്, അതെല്ലാം വാങ്ങി പിന്നെ അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാനിതാ വീടെത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട്, അവളെനിക്ക് കുറച്ച് കോട്ടൺ സൽവാറിൻ്റെ ഞാൻ സാമ്പിൾ എടുത്തതാണ്. അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് ഐറ്റംസ് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾ ഇന്ന് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ ലഞ്ചിന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചോറും മുട്ട പൊരിച്ചതും താറാവ് മുട്ടയാണ്, പിന്നെ ക്യാരറ്റും ചെറുപയർ ഉലർത്തിയതും, അതാണ് ഞാൻ ലഞ്ചിന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫ്രഷായി പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനത് ആ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഷോപ്പ് ഓപ്പൺ ചെയ്ത കാര്യം പലരും ഈ വീഡിയോ വരുന്നതോടുകൂടിയാണ് അറിയുന്നത്. ഞാനങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഓൺലൈനല്ലേ ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് അയക്കാനുള്ള ഐറ്റംസൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ. പുതിയതായിട്ട് ഇനിയിപ്പോൾ മാക്സി എത്തുന്നുണ്ട്, ഞാൻ അന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ എല്ലാം അതൊന്ന് ഓർഡറായിട്ട് കാര്യങ്ങളൊക്കെ ആവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. എന്തായാലും ഇൻഷാ അല്ലാ ഒരുപാട് മാക്സിയുടെ വെറൈറ്റീസ് വരുന്നുണ്ട്. ഫുൾ സ്ലീവും ഹാഫ് സ്ലീവ്, വീനക്ക്, ലൈസുള്ള മോഡൽ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ അത് കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ കൈകളിലേക്ക് എത്തും. പിന്നെ ഇത് കണ്ടോ, ഇത് അബായ. ഇതിപ്പോൾ അയക്കാനല്ല, ഞാനിത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇത് സ്ലീവിൽ മാത്രമാണ് ഇതിൽ വർക്ക് വരുന്നത്, ത്രെഡ് വർക്കാണ്. കൂടാതെ ചെറിയ സ്റ്റോൺ വർക്കും ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയാണ് പറയേണ്ടത്. എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ദുബായിൽ നിന്ന് കൊണ്ടുവന്ന വേറെ സൂം മെറ്റീരിയലിലുള്ള അബായ. നല്ല കളറാണ്, നമുക്കതൊക്കെ ഇടുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു ഡിഫറൻസ്. അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള അബായാണ് മുൻപ് കാണിച്ചത്. ഇത് കണ്ടോ, ഇത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന മോഡൽ. അതിൻ്റെ തന്നെ നല്ല സാറ്റിൻ മെറ്റീരിയൽ, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മെറ്റീരിയലിൽ വരുന്നതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ദേഹത്ത് അങ്ങനെ ഒട്ടിക്കിടക്കുകയൊന്നുമില്ല. ഈ ഒരു കഫ്താൻ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ലൂസായിരിക്കും. നമ്മൾ ഇടുന്ന ശരീരത്തിനനുസരിച്ച് ആ ഒരു ഷേപ്പിലാണ് ഈ കഫ്താൻ ഡ്രസ്സ് കിടക്കുക. വണ്ണുള്ളവരാണെങ്കിൽ നല്ല XL, XXL, XXL സൈസിലൊക്കെ ഇതിൽ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആർക്കും യൂസ് ചെയ്യാം. ലെങ്ത്ത് വരുന്നത് 56 ആണ്. ഒരു ഫ്രീ സൈസാണ് എല്ലാം വരുന്നത്. ഇതും സാറ്റിനാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്തതും സാറ്റിനാണ്. പിന്നെ ഇത് കണ്ടോ, എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്ന അബായാണ്. നിത മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടഡ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്ന എല്ലാ ഐറ്റംസും ഇമ്പോർട്ടഡ് ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ അബായൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇതിൻ്റെ 54ഉം 56, 58 ഈ സൈസ് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെയൊക്കെ കളറാണെങ്കിലും നമുക്ക് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു അബായേനേക്കാളും നല്ല കളറാണ്.
ദുബായിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കണ്ടോ എല്ലാം. അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട്, നല്ല കളറുണ്ട് ബ്ലാക്കിൽ. പിന്നെ ഇതെല്ലാം നമ്മൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്താലും നമ്മൾ വീട്ടിൽ വാഷ് ചെയ്താലും ഒന്നും അങ്ങനെ കംപ്ലൈൻറ്റ് വരാത്ത മെറ്റീരിയലും അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇത് ഹാരിർ മക്സൂദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതും അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന നല്ല എംബ്രോയ്ഡറി വർക്കാണ് ഇതിൻ്റെ സ്ലീവിൽ വരുന്നത്. ഒരു പിടുത്തത്തിനുള്ളൂ കേട്ടോ, അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് ഇടാൻ നല്ല, ഇനിയിപ്പോൾ നമുക്ക് ക്ലൈമറ്റ് നല്ല ചൂടൊക്കെ അല്ലേ വരുന്നത്, ആ സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇനിയിപ്പോൾ ബ്ലാക്കൊക്കെ ഉപയോഗിക്കാൻ ചൂട് പറ്റാത്തവർക്കൊക്കെ ഇതുപോലെയുള്ള അബായ ഫ്രണ്ട് ഓപ്പൺ എന്ന് വെച്ചാലും താഴെ മാത്രമാണ് ഓപ്പൺ, ബാക്കി അങ്ങനെ പ്രസ് ബട്ടണും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇത് ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയാണ് കേട്ടോ, ഫ്രണ്ടിൽ പ്രസ് ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് വേറൊരു ഐറ്റാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതും നല്ലൊരു സാറ്റിൻ തന്നെ, ഒരു വെൽവെറ്റ് സാറ്റിൻ പോലെയുള്ള ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ. ചില മോഡലിൽ മേളിലാണ് വർക്ക് വരുന്നത്. വർക്ക് മീൻസ് ഈ പ്രിൻ്റ് വരുന്നത് ഇതിൻ്റെ താഴെയാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഞാനിവിടെ കൊടുക്കുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ. പിന്നെ പുതിയ ഐറ്റംസൊക്കെ വരുമ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നമ്പർ സേവ് ചെയ്തിട്ട് സ്റ്റാറ്റസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം. പിന്നെ നമുക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, ഞാൻ ആക്റ്റീവ് അല്ല, ഇൻഷാല്ലാ അതിലേക്ക് ഇനിയിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം, അതൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഈ ഒരു ഡ്രസ്സ് ഫറാഷ മോഡലാണ്, അത് നമുക്ക് ഇന്നിപ്പോൾ കൊറിയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഷോളും വരുന്നുണ്ട്. ഇത് തന്നെ കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാനങ്ങനെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല നല്ല വലിയ ഷോളാണ് കേട്ടോ. ഷോളിൻ്റെ സൈഡിലും ആ ഒരു മെറ്റീരിയൽ കൊണ്ട് തന്നെ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിതിൽ ഇപ്പോൾ കാണിക്കാം. പിന്നെ ഉണ്ടല്ലോ, വീഡിയോ എടുക്കുന്ന സമയത്ത് ലൈറ്റ് കുറവാണെന്ന് തോന്നിയിട്ട് പിന്നെ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടില്ല. വീണ്ടും കുറച്ച് ലൈറ്റ് കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എല്ലാവരും ഇൻസ്റ്റഗ്രാമിലാണല്ലോ ഡ്രസ്സൊക്കെ അങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. എന്നാൽ പിന്നെ ഞാനും ഇൻസ്റ്റഗ്രാമിൽ തന്നെ കുറേ വീഡിയോസൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു നിക്കാബ് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് ഇത്തവണ ഹജ്ജിന് പോയപ്പോൾ എൻ്റെ സിസ്റ്റർ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇട്ടിട്ട് അതാവുമ്പോൾ നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ അതും ഇട്ട് നമുക്ക് അങ്ങനെ വീഡിയോസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അത്ര ലൈറ്റ് പോരാ, അതാണ് ഞാൻ പറഞ്ഞത്. വീണ്ടും ഈ റൂമിലേക്ക് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യണേ, നിലോഫർ ഹാദി എന്നാണ് കേട്ടോ നമ്മുടെ പേജിൻ്റെ പേര്. അങ്ങനെ നമ്മളിനി അയക്കാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം, അതൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ, ഈ ഒരു 2024 എന്ന് പറയുമ്പോൾ ഓടിപ്പോയല്ലേ, ഇപ്പോൾ ഡിസംബർ ആയി എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതം തോന്നാണ്. അത്രയും ഫാസ്റ്റായിട്ടാണ് ഈ ഒരു ഇയർ പോയത്. എനിക്ക് അൽഹംദുലില്ലാ ഈ ഒരു ഇയർ എന്ന് പറയുന്നത് വല്ലാത്ത, നിങ്ങൾക്കറിയാലോ, ഞാൻ പറയണ്ടല്ലോ, ഈ ഒരു ഇയർ എന്ന് പറയുന്നത് എനിക്ക് വല്ലാത്തൊരു റാഹത്താണ്, ഒരു സംതൃപ്തി നൽകിയൊരു വർഷമാണിത്. അപ്പോൾ അൽഹംദുലില്ലാ ഇനിയുള്ള എൻ്റെ ബാലൻസ് ജീവിതം ഇതങ്ങോട്ട് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ ദുആ ചെയ്യാണ്. പിന്നെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാമെന്ന് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഫ്യൂച്ചറിലൊരു നല്ലതിനെ നമ്മൾ സ്വപ്നം കാണണം. അതാണ് ഞാനൊരു റിലീജിയസ് പരമായിട്ടല്ല പറയുന്നത്, സ്പിരിച്വൽ ഒരു ഇതിലാണ്. നമ്മളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് ഈ ലോകത്തുണ്ടല്ലോ. അപ്പോൾ അത് നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് അനുഭവിച്ചറിയാനും അതിൻ്റെ ആ ഒരു ഇത് നമ്മുടെ നെഞ്ചിലെ ഭാരം നമ്മൾ റബ്ബിന് വിട്ടുകൊടുക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ അതിൽ വല്ലാത്തൊരു റാഹത്ത് നമുക്ക് അനുഭവിക്കാനും കാണാനും സാധിക്കും. അപ്പോൾ എന്താഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് നേടിയെടുക്കാനായിട്ട് ഈ പ്രപഞ്ചനാഥനുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ ഈ ഒരു എന്താണ് ഈ ഒരു ചെറിയ സംരംഭമാണെങ്കിൽ പോലും എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം, എങ്ങനെ എത്ര പൈസ വേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തൊടുന്നതിന്, എന്താണോ ചെയ്യുന്നതിന് അതിന് ക്യാഷ് മാറുന്നത്, എല്ലാ കാര്യത്തിനും നല്ല എമൗണ്ട് വേണം.
ചെറിയൊരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനെല്ലാം ക്യാഷ് വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിതിനോട് ചേർന്നൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും ഞാനൊന്ന് ഇമാജിൻ ചെയ്യുമ്പോഴേക്കും റബ്ബ് അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ എൻ്റെ ചിന്തകളേക്കാൾ ഫാസ്റ്റായിട്ടാണ് എനിക്കിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാനിനി അതിലേക്ക് ഓടിയെത്തണം എന്നുള്ളൊരു ശരിക്കും ആ ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് എൻ്റെ പാസ്റ്റിൽ ഞാൻ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. അത് നമുക്കല്ലേ അറിയൂ. ഞാൻ പറയില്ലേ, നമ്മൾ അനുഭവിക്കുന്നത് നമുക്കാണ് അറിയുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് റബ്ബ് നമുക്ക് എപ്പോഴാണ് മടക്കി തരാമെന്ന് അറിഞ്ഞുകൂടാ അല്ലേ. ഇന്ന് സുഖിക്കുന്ന എല്ലാവർക്കും, ഇന്ന് സന്തോഷം അനുഭവിക്കുന്ന എല്ലാവർക്കും പാസ്റ്റിലൊരു ദുഃഖം ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇന്ന് സന്തോഷിക്കുന്നവന് നാളെ ഒരു ദുഃഖമുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രപഞ്ചം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദുഃഖിക്കുന്നവരും ഇപ്പോൾ സ്വപ്നം കാണുന്നവരും ഫ്യൂച്ചറിൽ അത് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മുടെ റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ റബ്ബ് ഉണ്ട് എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ എല്ലാം നടക്കും. അപ്പോൾ ന്യൂ ഇയറുമായിട്ട് ഞാൻ നല്ലൊരു വീഡിയോ ഉണ്ട്, നല്ലൊരു മോട്ടിവേഷനും നല്ലൊരു റുട്ടീനും കാര്യങ്ങളുമായിട്ട് വീഡിയോ ആയിട്ട് വരാം. അഡ്രസ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഫോൺ വേണം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.